ഇന്ന് വലിയ ട്വിസ്റ്റ് നടന്നത് തൃശൂരിലെ മറ്റത്തൂർ പഞ്ചായത്തിലാണ്. കോൺഗ്രസ് മെമ്പർമാർ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ആകെയുള്ള 8 കോൺഗ്രസ് മെമ്പർമാരും രാജിവെച്ച് BJPയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കി ഭരണത്തിലെത്തി. ആദ്യം കോൺഗ്രസിനൊപ്പം നിന്ന വിമത കൗൺസിലർ KR ഔസേപ്പിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. മത്സരം നടക്കാനിരിക്കുന്നതിന് തൊട്ടു മുൻപ് KR ഔസേപ്പ് LDFുമായി ചേർന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് ആരോപിച്ചാണ് 8 കൗൺസിലർമാരും പാർട്ടി വിട്ടത്. ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസ് കല്ലറയ്ക്കൽ ഒഴിഞ്ഞുമാറി. ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥലത്താണ് നേതൃത്വം ഇടപെടുന്നതിന്റെ പോരായ്മ കൊണ്ട് ഇവിടെ ഈ രാജിയിലേക്ക് ഇന്ന് കാലത്ത് ഞങ്ങളെല്ലാവരും ഈ വലിയ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് UDFന്റെ മെമ്പർമാർ. അതായത് സ്വതന്ത്രമായിട്ട് ഞാൻ നിന്നു. UDFന്റെ ആയിരുന്നു, ഞങ്ങൾ ചിഹ്നങ്ങളൊക്കെ അടിച്ചായിരുന്നു. പക്ഷേ മുകളിൽ നിന്നൊക്കെ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വന്നു. എന്നാലും ഞാൻ സ്വതന്ത്രമായിട്ട് നിന്ന് ജനങ്ങൾ എൻ്റെ പിന്തുണ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി തീർന്നു. എല്ലാവർക്കും നന്ദി. മറ്റത്തൂർ നടന്നത് RSS കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് CPIM ആരോപിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 8 പേർ ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും BJPയുമായി ചേർന്നുകൊണ്ട് CPMന്റെ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് ഭാഗമായി പങ്കെടുക്കുന്നുള്ളതാണ്. രാജ്യത്തെമ്പാടും ന്യൂനപക്ഷ വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ RSSന്റെ പിന്തുണയോടുകൂടി RSSന്റെ പണം വാങ്ങി ഇവിടുത്തെ കോൺഗ്രസ് അവരുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങളുമായി ലെവിൻ K വിജയനാണ് ചേരുന്നത്. ലെവിൻ, മറ്റത്തൂരിലെ ചർച്ച അല്ലെങ്കിൽ അവിടുത്തെ ട്വിസ്റ്റ് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇതിനകം തന്നെ ചർച്ചയായി കഴിഞ്ഞു മറ്റിടങ്ങളിലേക്ക്, സംസ്ഥാന തലത്തിലേക്ക് വിവരങ്ങൾ. ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ ഇരു മുന്നണികളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ അത് ഇതിനോടൊപ്പം തന്നെ വലിയ വിവാദമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് കൈപ്പത്തി അടയാളത്തിൽ ജയിച്ചു വന്ന കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രവർത്തകരും സ്ഥാനാർത്ഥികളുമായിരുന്ന ആളുകൾ BJPയുമായി കൂട്ടുചേരുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ നാടകം കളിച്ചു എന്നുള്ളതാണ് LDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. നേരത്തെ സ്വതന്ത്രനായി ജയിച്ചു വന്ന KR ഔസേപ്പ് എന്ന കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹിയും പ്രതിപക്ഷ നേതാവ് അടക്കമായിരുന്ന പ്രധാനപ്പെട്ട നേതാവിനെ LDF ഒപ്പം ചേർക്കുന്നു. 10-10 എന്നുള്ള നിലയിൽ പഞ്ചായത്തിലെ കക്ഷിനില എത്തി നിൽക്കുമ്പോൾ അയാളെ ഒപ്പം ചേർക്കുന്നു. അതിനു മുൻപ് കോൺഗ്രസ് യോഗം ചേർന്ന് വിമതനായി ജയിച്ചു വന്ന KR ഔസേപ്പിനെയും ടെസിയെയും തങ്ങളുടെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണം പിടിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. KR ഔസേപ്പിനെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവും പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിക്കാനുള്ള ചുമതലയും നൽകുന്നു. എന്നാൽ ഈ തീരുമാനമെടുത്ത് മണിക്കൂറുകൾക്കകം ഈ KR ഔസേപ്പ് എന്ന് പറയുന്ന കോൺഗ്രസ് വിമതനായി ജയിച്ചു വന്ന ആൾ LDFനൊപ്പം പോകുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസ് അംഗങ്ങൾ മുഴുവൻ ആളുകളും 8 പേരും രാജിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഔസേപ്പ് LDFനൊപ്പം ചേർന്നതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തങ്ങൾ രാജിവെക്കുന്നത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ആ രാജിവെച്ചതിനൊപ്പം തന്നെ ഇവർ BJPയുമായി കൂട്ടുചേരുകയും മറ്റൊരു കോൺഗ്രസ് വിമതയായി ജയിച്ചു വന്ന എന്നാൽ കോൺഗ്രസിന്റെ അനുഭാവിയായിട്ടുള്ള ടെസിയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇരു പാർട്ടികളും മുന്നണികളുടെ BJPക്കൊപ്പം ചേർന്ന് അധികാരം പിടിച്ചിരിക്കുന്നത്. ലെവിൻ K വിജയനാണ് വിവരങ്ങൾ നൽകിയത്.